ഈ പോസ്റ്റ്മോർട്ടം ശരിയായി നടന്നു എന്നൊരിക്കലും ഞാൻ വിശ്വസിക്കുന്നില്ല. അതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ ദിവ്യയുടെ ഭർത്താവ് ആ ആശുപത്രിയിലാണ് ജോലി ചെയ്യുന്നത്. ഈ പ്രശാന്ത് എന്ന് പറയുന്ന ആളും അവിടെ തന്നെ ജോലി ചെയ്യുന്നത്. ഇതിന് ഇത്രയും ആരോപണ വിധേയരായിട്ടുള്ള ആളുകൾ അവിടെ ഉള്ളപ്പോൾ ആ ആശുപത്രിയിൽ തന്നെ പോസ്റ്റ്മോർട്ടം നടത്തണോ എന്ന് ഞാൻ മനസ്സിലാക്കിയത് ബന്ധുക്കൾ ചോദിച്ചു എന്നാണ് കളക്ടറോട്. അവർക്കത് വിശ്വാസമില്ല, വേറെ ഒന്നും നടത്തണം. അപ്പം കളക്ടർ വളരെ നിർബന്ധമായിട്ട് പറഞ്ഞു, അങ്ങനല്ല, വളരെ സ്ട്രെയിറ്റ് ഫോർവേഡാണ് ഇവർ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചാണ് ആ പോസ്റ്റ്മോർട്ടം അവിടെ തന്നെ നടന്നത്. വളരെ ധൃതി പിടിച്ചാണ് ഈ പോസ്റ്റ്മോർട്ടം നടത്തിയത്. ഇത് കഴിഞ്ഞിട്ട് തിരിച്ചിവിടെ കൊണ്ടുവന്നിട്ട് ഈ മൃതദേഹം ദഹിപ്പിക്കുകയായിരുന്നു. ഇതിൻ്റെ കുഴപ്പം എന്താണെന്നറിയോ? ഈ പോസ്റ്റ്മോർട്ടത്തിൽ എന്തെങ്കിലും തകരാറുണ്ടായോ അല്ലെങ്കിൽ ഒരു റീപോസ്റ്റ്മോർട്ടം വേണോ എന്ന് പോലും ഇനി ചിന്തിക്കാൻ ഒരു മാർഗമില്ലാതായി. അതാണ് പ്രശ്നം. കോർപ്പസ് ഡെലിക്റ്റി, അതായത് ഈ പറയുന്ന ഈ മൃത ഇല്ലാതായി. അതാണ് കാര്യം. അതില്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. റീപോസ്റ്റ്മോർട്ടം നടക്കുന്നില്ല. ശരിയായ രീതിയിൽ റീപോസ്റ്റ്മോർട്ടം നടത്തിയിരുന്നെങ്കിൽ അത് വേറെ സ്ട്രാങ്കുലേഷൻ, ഇപ്പം ഇത് എഴുതിയങ്ങ് വെക്കാം, ഒബ്ലിക്കാണ് ഇത് എന്ന് പറഞ്ഞാൽ ഒബ്ലിക്ക് അല്ലായിരുന്നു ഇനി പറയാൻ ഒരു മാർഗമില്ല. ഇല്ല, ലൈഗേച്ചർ മാർക്ക് എന്ന് പറയുന്ന ഒബ്ലിക്കായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പറഞ്ഞാൽ ഒബ്ലിക്കാണെന്നാണ് നമുക്ക് പറയാൻ ഒക്കുള്ളൂ. അതേ ഉള്ളൂ. ഇനി ആകെ സംശയിക്കാവുന്നത് അത് സൂയിസൈഡൽ ഹാങ്ങിങ് ആണോ ഹോമിസൈഡൽ ഹാങ്ങിങ് ആണോ എന്നുള്ളതാണ് നോക്കേണ്ടത്. അപ്പോൾ ഇദ്ദേഹത്തിന് ഏതെങ്കിലും വിധത്തിൽ ഏതെങ്കിലും ഒരു ഇടിയങ്ങാണ് കൊടുത്ത് ബോധമില്ലാതെ ആയിപ്പോയെന്നിരിക്കട്ടെ, ഒരു അത്രത്തോളം ഒരു സെമി കോൺഷ്യസ് സ്റ്റേറ്റാണ്. എടുത്തങ്ങോട്ട് വെക്കുന്നു, കഴുത്തിലോട്ടൊരു കെട്ടിടുന്നു, കെട്ടി തൂക്കുന്നു. എന്ന് വെച്ചാൽ കെട്ടിയിട്ട് അങ്ങ് വിട്ടാൽ മതി. തൂങ്ങി മരണത്തിൻ്റെ എല്ലാ ലക്ഷണങ്ങളും കാണും. മുറി തുറന്നിട്ടിട്ട് ആരെങ്കിലും ആത്മഹത്യ ചെയ്യും? ആ വീട് തുറന്നിട്ടേക്കാണ്, ആർക്ക് കയറത്തക്കണം? ആരെങ്കിലും ചെയ്യുമോ? ഇത് ആത്മഹത്യ ചെയ്യുന്ന ഒരു മനുഷ്യനും അത് ചെയ്യത്തില്ല. അതൊക്കെ ഒരുപാട് വലിയ സംശയാസ്പദമായ കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. ഒരുപാട് ദുരൂഹതകൾ ഇതിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് CBI തന്നെ അന്വേഷിക്കേണ്ട മാറ്റമാണെന്ന് ഞാൻ പറഞ്ഞത്. പിന്നെ കോടതി എന്താ തീരുമാനിക്കുന്നത് വെച്ചാൽ അതായിരിക്കും. ഇനിയിപ്പോൾ കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള മാർഗങ്ങളാണ് ഇപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എന്നുള്ള പേരിൽ ഈ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായിരിക്കും നടക്കാൻ പോകുന്നത്. ഈ നവീൻ ബാബുവിൻ്റെ കുടുംബം എന്ന് പറയുന്നവരെല്ലാം അവർ മിക്കവാറും ആളുകളെല്ലാം മാർക്സിസ്റ്റ് പാർട്ടിയിൽ അവരുടെ വലിയ സപ്പോർട്ടേഴ്സാണ്, അവരുടെ അനുഭാവികളാണ് എല്ലാം. അങ്ങനെ വന്നപ്പോൾ ഇവർ ഒരിക്കലും ഈ ഗവൺമെൻറ്റിനെതിരെ, അതായത് ഗവൺമെൻറ് അന്വേഷണം പോരാ, ഇപ്പം നടക്കുന്ന അന്വേഷണം പോരാ എന്ന് പറയും എന്ന് ഇവർ വിചാരിച്ചില്ല. അങ്ങേയറ്റം ഒരു ക്രൈംബ്രാഞ്ച് അന്വേഷണം ഇതെങ്ങനെ ആയിരിക്കും ചിലപ്പോൾ ചോദിക്കും. CBI അന്വേഷണം ചോദിക്കും, ഇത്ര പെട്ടെന്ന് ചോദിക്കും എന്നുള്ളതിനെക്കുറിച്ച് അവർക്ക് ചിലപ്പോൾ ഒരു ധാരണ ഉണ്ടായിരിക്കത്തില്ല. അതായിരിക്കും കാര്യം. അങ്ങനെ പതുക്കെ ഇത് മാത്രമല്ല, ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കേസിനകത്ത് ഈ അന്വേഷണം, ദ്രുതഗതിയിലുള്ള അന്വേഷണം നല്ല കറക്റ്റായിട്ട് നല്ല ലൈനിൽ നടത്തുന്നതിന് പകരം വളരെ അവധാനതയോടുകൂടി വളരെ സമാധാനമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് കാട്ടിക്കൂട്ടി അവിടെ ഒരു സാക്ഷി എന്തെങ്കിലും ചോദിച്ചു, വേറെടുത്ത് വല്ലയിടത്തും ഒക്കെ ഒന്ന് ചോദിച്ചു, ഈ രീതിയിൽ ഇങ്ങനെ പതുക്കെ എഴിഞ്ഞ് പോയി ആറിയ കഞ്ഞി പഴങ്കഞ്ഞിയാക്കുക എന്നുള്ള രീതിയിൽ പോകാനുള്ള ഒരു ഒരുക്കമായിരുന്നു. അങ്ങനെ വന്നപ്പോഴാണ് ഈ ഹൈക്കോടതിയിൽ ഇതങ്ങോട്ട് വരുന്നു, ഈ കേസ് വരുന്നു, CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഉള്ള ഹർജി വരുന്നു. ഇതങ്ങോട്ട് വന്ന ഉടനെ കോടതി അത് കേട്ടിട്ട് അത് CD ചോദിക്കുന്നു. CD ചോദിച്ചു കഴിഞ്ഞപ്പോൾ അപ്പോൾ മനസ്സിലായി ഇത് പ്രശ്നമാകുമെന്ന്. കാരണം ഇതുവരെ നിങ്ങൾ എന്തോ ചെയ്തു എന്നുള്ളത് സാധാരണ ഒരു കോടതി ചോദിക്കാറുണ്ട്. കാരണം ഇത് കണ്ടിട്ട് നിങ്ങൾ ഇത്രാം തീയതി മുതൽ ഇത്രാം തീയതി വരെ നിങ്ങൾ എന്ത് ചെയ്തു? ഉടനെ ഇവർ പറയാതെ ഇലക്ഷൻ ആയിരുന്നു, അങ്ങനെ ഇല്ല, ജോലിഭാരം, അത് ജോലിഭാരമൊന്നുമല്ല, ഒരു ADM ആണ് ഇവിടെ മരണമെന്ന്, അതായത് അൺനാച്ചുറൽ ഡെത്ത് ഉണ്ടായത് ഒരു ADM-നാണ്. അത് ആത്മഹത്യ എന്ന് ഞാൻ പറയുന്നില്ല, അത് ആത്മഹത്യയോ കൊലപാതകമാകാം. അതിനെക്കുറിച്ച് ശരിയായ രീതിയിൽ അന്വേഷിക്കാതെ, ഇത്രയും നാൾ അന്വേഷിക്കാതെ ഇപ്പം കിടന്ന് ഓടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് തന്നെ ഇത് കാണിച്ചു കൊടുക്കണം. എല്ലാ അന്വേഷണമൊക്കെ നടത്തി എല്ലാം ആയി, ഇനി ഒരു കുഴപ്പമില്ല, അത് വെറും സൂയിസൈഡാണ് എന്നൊക്കെ പറയണം. അപ്പോൾ അവർക്ക് ഈ ഇൻവെസ്റ്റിഗേറ്റിംഗ് മെഷീനറിക്ക് പറയാവുന്നത് കണ്ടോ, സൂയിസൈഡൽ ഹാങ്ങിങ്ങിൻ്റെ കാര്യങ്ങളാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അതിന് മുമ്പുണ്ടായ, അതായത് ഇൻക്വസ്റ്റ്, ആ ഇൻക്വസ്റ്റിനകത്ത് ബന്ധുക്കളെ, അതായത് രക്തബന്ധുക്കളെ നിർബന്ധമായിട്ട് ചോദ്യം ചെയ്യണം, ക്വസ്റ്റ്യൻ ചെയ്തിട്ട് അവരുടെ മൊഴിയെടുക്കണം. ആര് ഉണ്ടെങ്കിൽ എന്ന് വെച്ചാൽ അവർ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ, ഇവരെല്ലാം ഉണ്ടല്ലോ, ആരുടെയെങ്കിലും മൊഴി രേഖപ്പെടുത്തി ഇൻക്വസ്റ്റിൽ ഇല്ല. ഇൻക്വസ്റ്റിൽ ധൃതി പിടിച്ച് അങ്ങ് ഇൻക്വസ്റ്റ് നടത്തി, അവിടെ തെളിവുകൾ മുഴുവൻ നശിപ്പിച്ചു. ഇനി
ഈ കൈയുടെ, അതായത് അദ്ദേഹത്തിൻ്റെ പാമിൽ നിന്നുള്ള ഫൈബർ കളക്ട് ചെയ്യണം. അത് സെല്ലോഫൈൻ ടേപ്പ്. നമ്മൾ വിചാരിക്കും ഏതെങ്കിലും കയർ ഉപയോഗിച്ച്, അപ്പോൾ പ്ലാസ്റ്റിക് കയറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കയർ ഉപയോഗിച്ച് തൂങ്ങാനായിട്ടോ അല്ലെങ്കിൽ തുണി അതിൽ തൂങ്ങാനോ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ പ്ലാസ്റ്റിക് കയറിൽ നിന്നൊക്കെ എങ്ങനെ ഫൈബർ വരുമെന്ന് തോന്നും. ഫൈബർ ഉണ്ട്, അതാ മനസ്സിലാക്കണ്ടേ. അത് ദൈവത്തിൻ്റെ കളിയാണ്. സെല്ലോഫൈൻ ടേപ്പ് വെച്ച് ഈ പാമിൽ നിന്ന് ഇത് കളക്ട് ചെയ്തിരിക്കണം. ഇവരത് ചെയ്തിട്ടുണ്ടോ? എനിക്കറിയില്ല. ഫോറൻസിക് എക്സാമിനേഷൻ ഒന്നും നടത്തിയിട്ടില്ല. ഒന്നും നടത്താതെ ഈ ബോഡി ധൃതി കൊണ്ട് പേടിച്ച് അഴിച്ച് താഴെ ഇറക്കി റെഡിയാക്കി അതിൻ്റെ ലൈഗേച്ചർ പോലും ഇല്ലാതാണ് നേരെ കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം നടത്തിയേക്കുന്നത്. ആ ഇൻക്വസ്റ്റും ശരിയല്ല, പോസ്റ്റ്മോർട്ടവും ശരിയല്ല, പറയാവുന്ന കാര്യമാണ്. ഇതെല്ലാം ഇതിലേക്ക് വിരൽ ചൂണ്ടുന്ന കാര്യങ്ങളാണ്. ലാക്ക് ഓഫ് പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ. അതില്ല എന്ന് കാണിക്കാൻ, അങ്ങനെ ഇല്ല ഞങ്ങളിപ്പോൾ നന്നായിട്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് കാണിക്കാനുള്ള ഒരു വൃഥാശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നേ എനിക്ക് പറയാം.